ഹായ് ഹലോ അസ്സാം വലൈക്കും. നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഓട്ടോയിലേക്ക് കയറി ഇതാ അവിടെ എത്തി ഗൈസ്. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇതൊരു ഹോൾസെയിൽ കടയാണ് ഗൈസ്. നമ്മുടെ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഇതിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമ്മുടെ ഹോം പേജിലേക്കൊന്ന് പോയി നമ്മുടെ ഫുൾ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കണേ. നമുക്ക് ഫുൾ വീഡിയോയ്ക്ക് വാച്ച് അവർ കുറവാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹായം വേണം നമുക്ക്. നമ്മുടെ ഇതകത്തേക്ക് കയറുവാണ്. ഇവിടെ നല്ല ലാഭമാണ്. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ കുറേ സർഫെക്സിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട് ഒരുപാട് ആളുകൾ ഇവിടാണ് വന്ന് വാങ്ങുന്നത്. പല സൈസിലെ മുട്ടായി കാര്യങ്ങളും ബിസ്ക്കറ്റ്, ലേസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ തന്നെയാണ് വന്നെടുത്തത്. കഴിഞ്ഞ വർഷം തോനെയും ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ ആദ്യമേ തന്നെ ബുക്കുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പോകണം. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കും. അവർ കണക്ക് കൂടും. അവർ ഡിസ്കസ് ചെയ്ത് കണക്കൊക്കെ കൂട്ടി ബൈൻഡിലാക്കി പാക്ക് ചെയ്തു. നമ്മൾ ഇത്തവണ കുറച്ച് ബുക്കുകൾ, നമ്മൾ ആദ്യമേ തോനെ ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പല തരത്തിലുള്ള സ്ക്വാഷ് അങ്ങനെയുള്ള പോളം, മുട്ടായി, ടാങ്കിൻ്റെ പൊടി അങ്ങനെ പലതും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബുക്ക് സെക്ഷനിലേക്ക് പ്രീമിയം ബുക്കായിരുന്നു. പിന്നെ ക്ലാസ്മേറ്റിൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു. പിന്നെ നല്ല വലിയ ബുക്കായതുകൊണ്ട് എടുത്തില്ല, നല്ല വലുതായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു ബുക്കായിരുന്നു എടുത്തത്. അത് നമ്മൾ വീഡിയോ ഫുള്ള് കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മൾ കുറേ ബുക്കുകൾ നോക്കി. ക്ലാസ്മേറ്റിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും അതൊക്കെ ഭയങ്കര വലുതായിരുന്നു. പിന്നെ നമ്മൾ റോളിൻ്റെ അടുത്തേക്ക് വന്നു. വലിയ റോൾ എടുക്കുകയായിരുന്നു ഞാൻ. അപ്പം ഞാൻ നോക്കിയപ്പോൾ കഴിഞ്ഞ വർഷം വാങ്ങിയ ആ റോളല്ല. അങ്ങനെ ഞാൻ അതവിടെ തന്നെ ഇട്ടു. ഏകദേശം വേറെ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന ആ റോളിൽ നിന്ന് എടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞ ബുക്ക്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ബുക്കാണ്. ഒരു സെറ്റ് 12 എണ്ണം കാണും. അപ്പോൾ നമ്മൾ 12 ബുക്ക്, അതായത് വരയും ബുക്ക് 12ഉം, അതായത് ഒരു സെറ്റ് വരയനും വൈറ്റ് ഒരു സെറ്റും. നമ്മൾ ആദ്യമേ ബുക്ക് വാങ്ങിയിട്ടുണ്ടായതുകൊണ്ട് പിന്നെ കുറച്ച് ബുക്കിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ പേന സെക്ഷനിലേക്കൊക്കെ പോയി. ആദ്യമേ നമ്മൾ ബുക്കെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ചേ വാങ്ങിയുള്ളൂ. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മളുടെ വാട്ടർ പ്രൂഫ് പൊതിയാണ്. പാക്കറ്റോടെയായിരുന്നു കിട്ടുന്നത്. പിന്നെ നമ്മൾ പേന സെക്ഷൻ, പിന്നെ ഞാൻ സ്കെച്ചൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. ഈ വലുതെടുക്കുമോ ചെറുതെടുക്കുമോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഓരോ സൈസിലെ കൺഫ്യൂഷനായിപ്പോയി. കാരണം നല്ല ക്വാളിറ്റീസുള്ള പേനേഴ്സായിരുന്നു. ഏതൊക്കെ എടുക്കുമെന്നും പറഞ്ഞ് ഞാൻ ഇരിക്കുമായിരുന്നു. ലാസ്റ്റ് ഞാൻ ഒരു സ്കെച്ചും എടുത്തു. ഒരു സ്കെയിൽ, വലിയ സ്കെയിലും അപ്സര പെൻസിൽ പാക്കറ്റോടാണ് വാങ്ങിയത്. പിന്നെ കുറേ ലേസും ഇതൊക്കെ, ടാങ്കിൻ്റെ പല ഫ്ലേവർ, ഹോർലിക്സ്, മൽക്കിസ്റ്റ് ബിസ്ക്കറ്റ്, അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത വേറൊരു ക്ലാസ്മേറ്റ് ബുക്സിൻ്റെ അത് എല്ലാം വെറും ചെറുതായിപ്പോയി. നമ്മൾ മീഡിയം സൈസിലെ ബുക്കിന് വരുമ്പോൾ ഏറ്റവും ചെറുതായി ഉള്ള ഭാഗത്തോട്ടായിരിക്കും ഞാൻ പോയത്. പിന്നെ കുറേ മുട്ടായികളൊക്കെ കണ്ട്, കമ്പൂട്ടായി, ഉപ്പും മുളകും. അപ്പോൾ ഹോൾസെയിൽ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ ഹോൾസെയിലായിട്ട് കിട്ടും. ഇതേപോലുള്ള ഹോൾസെയിൽ കടകളിലൊക്കെ പോയി വാങ്ങുക. കാരണം ഇപ്പോഴൊക്കെ ഭയങ്കര വിലയാണ് പുറത്തുനിന്നൊക്കെ വാങ്ങുന്നത്. പിന്നെ ഞാൻ കുറേ അച്ചാറൊക്കെ വാങ്ങാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ വാങ്ങിയില്ല. പല സൈസിലെ അച്ചാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതാണ്ട് നമ്മുടെ ചോക്കോ ലേസ്, പിന്നെ ചോക്കോയും ലേസും അതൊക്കെ നോക്കി. ഓറഞ്ചിൻ്റെത് അങ്ങനത്തെ ടാങ്ക്. പിന്നെ ഞാൻ മുട്ടായിയുടെ സെക്ഷനിലേക്കാണ് പോയത്. ഇങ്ങനത്തെ മുട്ടായിയാണ്, പാക്കറ്റ് മുട്ടായി. എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാനൊരു മുട്ടായി എടുത്തു ഗൈസ്. പിന്നെ ഇതിലേതൊക്കെ എടുക്കുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് എടുത്തു. പിന്നെ ഒരു മെലഡി ഉണ്ടായിരുന്നു, മെലഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ താണ്ടെ ഒരുപാട് ബിസ്ക്കറ്റ് കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ്, നെബാട്ടി, പല ഫ്ലേവറിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെബാട്ടിയൊക്കെ.
ഇങ്ങനെ ബേബൺ അങ്ങനത്തെ കുറേ ബിസ്ക്കറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ബൗണ്ടിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, പാക്കറ്റില്ല. അതാണ്ടേ ഗുഡ് ഡേ ബിസ്ക്കറ്റ്, ബേബൺ, ഗുഡ് ഡേയുടെ ചോക്കോ ആണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇതാണ്ടേ, ഇതാണ് നമ്മൾ ഇത്രയും വാങ്ങിയത്. സ്കെച്ച് 2 പാക്കറ്റ്, റോള് 2 പിന്നെ ബുക്ക്, ബോക്സിൻ്റെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ആ റൂമിൽ ഒരുമാതിരി ഇരുട്ട് മാതിരിയായിരുന്നു, അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അതെ, ബുക്ക്, 2 സ്കെയില്, മാർക്കർ, വൈറ്റ്നർ, അങ്ങനത്തെ കുറേ പ്രൊഡക്റ്റ്സ്. ഓക്കെ, ടാറ്റ, അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ വരാം.